പാലക്കാടിന്റെ വശ്യസൗന്ദര്യം മുഴുവൻ ആവാഹിച്ചെടുത്തതുപോലെ സുന്ദരിയായ ഒരു ഡാമും പരിസരവും. DNDJ ബ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പാലക്കാട് വരെ പോയിട്ട് നിറയെ ഫിലിംസ് ഷൂട്ട് ചെയ്ത ഒരു അടിപൊളി പ്ലേസ് കാണാതെ എങ്ങനെ തിരിച്ച് വീട്ടിൽ പോകും? ഒരു പെണ്ണ് കാണലിന്റെ ഭാഗമായി എത്തിയതാണ് കേട്ടോ ഇവിടെ. നേരത്തെ തന്നെ യൂട്യൂബിലൊക്കെ കണ്ടിരുന്നു പാലക്കാട് മലയാള സിനിമകളുടെ മെയിൻ ഷൂട്ടിംഗ് ലൊക്കേഷൻ ആണെന്ന്. പെണ്ണിന്റെ വീട് ഇവിടെ അടുത്തായിരുന്നതുകൊണ്ടും കൂടെ നല്ല വൈബുള്ള ഫാമിലി ഉണ്ടായിരുന്നതുകൊണ്ടും ഈ യാത്ര ഞങ്ങളങ്ങ് കളറാക്കി കേട്ടോ. കണ്ണിന് നല്ല കുളിർമയേകി ഈ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന മരങ്ങൾക്കിടയിലൂടെ ഞങ്ങൾ അങ്ങ് ചെന്ന് നോക്കിയപ്പോഴാണ് ഡാമിന്റെ ഭംഗി കൂടിക്കൂടി വരുന്നതായി ഞങ്ങൾക്ക് തോന്നിയത്. എന്തൊരു ഭംഗിയാണെന്നേ, നിങ്ങൾ തന്നെയൊന്ന് നോക്കിക്കേ. ആകാശവും മലയും വെള്ളവും പച്ചപ്പും ഒക്കെ കൂടി പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ര സൗന്ദര്യം. പിന്നെ നല്ല വെയിലും ഉണ്ടായിരുന്നു. ആ മരങ്ങൾക്കിടയിലൂടെ നടന്നപ്പോൾ നല്ല തണുപ്പൊക്കെ ഫീൽ ചെയ്തതാണെങ്കിലും ഡാമിൻ്റെ ഈ ഒരു ഏരിയയിലെത്തിയപ്പോൾ നല്ലോണം സഹിക്കാൻ പറ്റാത്ത വെയിലൊക്കെ ആയി തുടങ്ങിയിട്ടോ. പിന്നെ വൈകുന്നേരമാണ് ശരിക്കും ഇവിടെ വരേണ്ടിയിരുന്നത്. പക്ഷേ ഞങ്ങൾക്ക് ആലപ്പുഴ വരെ പോവേണ്ടതല്ലേ, അതുകൊണ്ട് കിട്ടിയ സമയത്ത് ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നത്. അല്ലെങ്കിൽ തന്നെ നമ്മുടെ ഓരോ യാത്രകളും മനോഹരമാക്കുന്നത് മലയാള സിനിമയുടെ കയ്യൊപ്പ് പതിഞ്ഞതിൻ്റെ ഓരോ സ്മരണകളാണ്. വിനോദയാത്ര മൂവിയിലെ ഒരു മെയിൻ പാർട്ട് ഷൂട്ട് ചെയ്ത ലൊക്കേഷനാണ് ഈ മംഗലം ഡാം. ആ മൂവി മാത്രമല്ല കേട്ടോ, വേറെയും കുറേ സിനിമകൾ ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ട്. ശരിക്കും ഈ ഒരു ചെറിയ ഡാമിൽ തന്നെ എന്തോരം വെള്ളം ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. എനിക്കിതൊക്കെ കാണുമ്പോൾ മുല്ലപ്പെരിയാർ ഡാമിന്റെ അവസ്ഥയൊക്കെ ഓർമ്മ വരും. കേരളത്തിലെ പകുതിയോളം വരുന്ന ജനങ്ങളുടെ ജീവന ഭീഷണി തന്നെയല്ലേ അത്. ഇടയ്ക്കിടയ്ക്ക് അതൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് നല്ല പേടി തോന്നും. ഇനി ഈ ഒരു ഡാമിന്റെ ചരിത്രം നമുക്കറിയാം കേട്ടോ. അത് പറയാനാണെങ്കിൽ ചെറുകുന്നപ്പുഴ റിവറിലാണ് ഈ ഡാം സ്ഥിതി ചെയ്യുന്നത്. 1953 ആരംഭിച്ച് 1957 ഈ ഡാമിന്റെ കൺസ്ട്രക്ഷനൊക്കെ കംപ്ലീറ്റ് ആയത്. ഇനി അല്പം സിനിമാ വിശേഷങ്ങളിലേക്ക് കടന്നാലോ. ചിത്രശലഭങ്ങൾ, ഉത്തമൻ തുടങ്ങിയ ജയറാം ചിത്രങ്ങൾക്ക് ഈ മംഗലം ഡാം ഒരു പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് ചില ചിത്രങ്ങളും ഒക്കെ ഉണ്ട്. മാർക്ക് ആന്റണി, ജമുന പ്യാരി, MLA മണി 10ാം ക്ലാസും ഗുസ്തിയും, അങ്ങനെ ഒരുപാട് ചിത്രങ്ങളുടെ വിശേഷങ്ങൾ ഈ ഡാമിന് പറയാനുണ്ടായിരുന്നു. പിന്നെയും കുറേ നടന്ന് ഞങ്ങൾ ഈ കാഴ്ചകളൊക്കെ കണ്ട് മുന്നോട്ട് ചെന്നപ്പോഴാണ് കുട്ടികൾക്കായൊരു പാർക്കിൻ്റെ സൗകര്യം അവിടെ ഒരുക്കിയിരിക്കുന്നത് കണ്ടത്. പാർക്ക് അത്യാവശ്യം ക്ഷയിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു, പക്ഷെ എന്നാലും കുട്ടികൾക്ക് ചെറിയ ചെറിയ റൈഡൊക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ധ്രുവിക്കുട്ടനെ കുറച്ച് നേരം അവിടെ ഞങ്ങൾ എൻഗേജ്ഡ് ആക്കി. ആ ചെറിയ റൈഡിലൊക്കെ അവൻ കയറി. ചെറിയൊരു പേടി ഉണ്ടായിരുന്നെന്ന് തോന്നുന്ന ആൾക്ക് എന്നാലും കുഴപ്പമില്ലാതെ അവനത് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. എന്തൊക്കെയായാലും നമ്മൾ എവിടെ പോയാലും നമ്മളുടെ ഒപ്പം ഇത്രയും നല്ല വൈബുള്ള ആൾക്കാരുണ്ടെങ്കിലേ ശരിക്കും ഇതൊക്കെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. അതിന് പറ്റിയതാണ് ഈ കാണുന്ന വിഷ്വൽസ്. ഇവർ നല്ല ബോണ്ടാണ് കേട്ടോ. രണ്ടാളും കൂടി ഇരുന്ന കാണുന്നവർ വരെ ചിരിച്ചു പോവും. അത്രയ്ക്ക് നല്ല കമ്പനിയാണ് രണ്ടുപേരും. ഈ
കണ്ണെത്താത്ത ദൂരത്തോളം പരന്നു കിടക്കുന്ന വെള്ളമൊക്കെ നോക്കി ഞങ്ങൾ കുറേ നേരം നിന്നു. ആ ഭംഗി എത്ര ആസ്വദിച്ചിട്ട് ഞങ്ങൾക്ക് മതിയാവുന്നുണ്ടായില്ല. ഇത്രയും അടിപൊളി സ്ഥലത്ത് വന്നതല്ലേ എന്ന് കരുതിയിട്ട് ഞങ്ങൾ കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ട്. അതൊക്കെ പയ്യെ പോസ്റ്റ് ചെയ്യാം. ഒന്നിനും സമയം കിട്ടാത്തത് കൊണ്ടാണ് നമുക്ക് കറക്റ്റ് ടൈമിൽ വീഡിയോസൊന്നും പോസ്റ്റ് ചെയ്യാൻ പറ്റാത്തത്. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഈ യാത്ര നന്നായി എൻജോയ് ചെയ്തു. ഇനിയും പറഞ്ഞു തീരാത്ത ഒരുപാട് സിനിമ വിശേഷങ്ങളും പിന്നെ ഡ്രസ്സിൻ്റെ റിവ്യൂസും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും ഈ ചാനലിൽ കണ്ടുമുട്ടാം. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ബൈ ബൈ.